ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരുപാട് വിഷസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും എൻ്റെ പഴയ ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേര് എനിക്ക് വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നെ ആ ഒരു സമയം ഓർത്തേന് താങ്ക് യു. പിന്നെ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. എനിക്ക് ബർത്ത്ഡേ ആ ഒരു ഡിപ്പെൻഡ് ചെയ്ത് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് ഇന്ന്. അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ ഓൾറെഡി അതിൻ്റെ ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ മാറ്റി വെച്ചേക്കുവാണ് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാനായിട്ട്. ഇത്രയും ബോക്സും നമുക്ക് ഈ ഒരു ട്രെൻഡ്സിൻ്റെ ഈ ഒരു പാക്കറ്റും ഉണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ പാക്കറ്റ് ഒന്ന് റിമൂവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണ് കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു ചെറിയ ബോക്സിലാണ് ഈ ഒരു ബേബിയുടെ പിക്ചറൊക്കെ വരുന്ന ബോക്സിൽ. അപ്പോൾ ഇതിലെന്താണെന്ന് നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, യെസ് ഗൈസ്, ഇതൊരു ക്യൂട്ട് ടോപ്പാണ്. അയ്യോടാ, ഇതൊരു ക്യൂട്ട് ടോപ്പാണ് ഗൈസ്. ഒരു കോളറൊക്കെ വരുന്ന, ഒരു ബട്ടൺസ് ഒക്കെ വരുന്ന, ഹാഫ് സ്ലീവ് വരുന്ന ഒരു ക്യൂട്ട് ടോപ്പാണ് ഗൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ഗിഫ്റ്റിനകത്ത് വരുന്നത് ഒരു സ്കേർട്ടും ഒരു ചെറിയ ടോപ്പുമാണ് ഗൈസ്. ആ ടോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അയ്യോടാ, നമ്മുടെ നെക്സ്റ്റ് ബോക്സിനകത്ത് വരുന്ന ഒരു ചെറിയ കുട്ടി ടോപ്പും ഒരു സ്കേർട്ടുമാണ് ഗൈസ്. ഈ കുട്ടി ടോപ്പ് ഒരു ഹാഫ് സ്ലീവ്, ഒരു 3/4 സ്ലീവും ബാക്കിൽ ഒരു ഇലാസ്റ്റിക് വരുന്ന മോഡൽ, ഒരു വീനെക്കിൻ്റെ ഒരു കുട്ടി ടോപ്പാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ജീൻസിൻ്റെ സ്കേർട്ടാണ് ഉള്ളത്. അപ്പം അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ഇതിലെന്താന്ന് നോക്കാം. അയ്യടാ, ഒരു ലെങ്തി ടോപ്പാണ് ഗൈസ്. ഇതിക്കാൻ്റെ ഉമ്മ വാങ്ങിച്ചു തന്നതാണ്. ഒരു 3/4 ടോപ്പ്, ഒരു 3/4 സ്ലീവ് ഒക്കെ വരുന്ന, ഒരു ബെൽറ്റ് ഒക്കെ വരുന്ന ഒരു ടോപ്പാണ്. ക്യൂട്ടായിട്ടില്ലേ ഗൈസ്? ഈ കളർ എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? എനിക്കിഷ്ടമായി. ഇക്ക വാങ്ങിച്ചു തന്നത് നമുക്കിനി നോക്കാം. അപ്പോൾ ഇക്ക വാങ്ങിച്ചു തന്ന ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങിനായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് വന്ന സമയം ഇഷ്ടമുള്ള ഏതെങ്കിലും ഉടുപ്പിടാൻ പറഞ്ഞപ്പോഴത്തേന് ഇക്ക വാങ്ങിച്ചു തന്ന ഈ ഒരു ലെങ്തി ടോപ്പാണ് ഗൈസ് ഞാൻ ഇട്ടത്. അതിൻ്റെ പിക്ക് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു ലെങ്തി ടോപ്പാണ്. ഒരു ഫുൾ സ്ലീവ് വരുന്ന, ഒരു കൈയുടെ ഒരു എൻഡിങ്ങിൽ ഇലാസ്റ്റിക് ഒക്കെ വരുന്ന, ഇവിടെ ഒരു ബെൽറ്റ് ഒക്കെ ഇടുന്ന ടൈപ്പ് ഈ ടോപ്പാണ്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ബോട്ട് നെക്ക് വരുന്ന ഈ ഒരു ടീഷർട്ടാണ് ഗൈസ്. ഒരു ക്യൂട്ട് ടീഷർട്ട്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ലൂസ് ടൈപ്പ് വരുന്ന, ഒരു പഫ് സ്ലീവ് വരുന്ന ഈ ടീഷർട്ടാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് എനിക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയി ഗൈസ്. ഇത്രയും ഗിഫ്റ്റ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം എൻ്റെ അടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ്. അപ്പം ഞാൻ ആ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം. അപ്പം ഞാൻ ആ ഒരു ഇത് ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. അത് പർച്ചേസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ഗൈസ്,
ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ ആരാ തന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് ഗൈസ് എനിക്കിത് തന്നത്. കഴിഞ്ഞ 6 ഇയേഴ്സായിട്ട് എൻ്റെ ഒരു ബർത്ത്ഡേയും മിസ്സാക്കാതെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗിഫ്റ്റ് വരുന്നത് അവരുടെ തന്നെയാണ്. എല്ലാ വർഷവും വേറെ ആരുടെ പ്രതീക്ഷിച്ചില്ലെങ്കിലും ഞാൻ അവരുടെ ആ ഒരു ഗിഫ്റ്റിനായിട്ട് എല്ലാ ഇയറും വെയിറ്റിംഗ് ആണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും എന്നെ മറക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം ഈ കഴിഞ്ഞ 6 ഇയേഴ്സായിട്ട് അവർ തന്ന ഓരോരോ ചെറിയ സാധനമായിക്കോട്ടെ വലിയ സാധനമായിക്കോട്ടെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ കുട്ടി സാധനം എന്താണെന്ന് കാണണ്ടേ? ഇതാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫോൺ മാത്രം കൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് ട്രൈപോഡ് പോലും ഒരു മൈക്കില്ല, ഒന്നുമില്ല ഗൈസ്. ഞാൻ ഈ ഒരു ഫോണും കൊണ്ട് മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോണുള്ള യൂട്യൂബേഴ്സിന് വേറെ ഒരു എക്യുപ്മെൻറ്റ്സും ഇല്ലെങ്കിലും ആ ഒരു സ്റ്റേജസ് എന്തായാലും കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു. നമുക്ക് ഈ വീട്ടിലിരുന്ന് വീഡിയോസ് എടുക്കുമ്പോഴും ഈ സെൽഫി വീഡിയോസ് എടുക്കുമ്പോഴും ഇങ്ങനൊരു ഐറ്റം നമുക്ക് വേണമെന്ന്. അപ്പോൾ എനിക്ക് ഇതും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇത് ചെറിയ ട്രൈപോഡാണ്, നമ്മുടെ ചെറിയ ചെറിയ യൂസിന് പറ്റിയ ട്രൈപോഡാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഗൈസ്. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ ലൈറ്റൊക്കെ വരും. നമുക്ക് രാത്രിയൊന്നും അങ്ങനെ ഈ ലൈറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാകത്തില്ല. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഈ ലൈറ്റ് കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്ത ക്യാമറ ഒക്കെ ക്ലിക്കാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല ഒരു ഹൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് താഴെയൊക്കെ വയ്ക്കാവുന്ന രീതിയിലൊരു സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അത്യാവശ്യ കാര്യത്തിനൊക്കെ ഇത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് കിട്ടിയ എല്ലാ ഡ്രസ്സും ട്രൈ ആക്കി നോക്കാം കേട്ടോ. ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു, ബൈ.